ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എൻ്റെ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു ഫേസ് പാക്കും കൂടി പറഞ്ഞുതരാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ട് എനിക്കും മോക്കും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കാണാറുണ്ട്. ഒരു 2 വർഷം മുമ്പ് വരെ മുഖത്ത് ഫുൾ പിമ്പിൾസ് ആയിരുന്നു. ഒരു ഫാർമസിസ്റ്റ് എന്ന അറിവ് വെച്ചിട്ട് 2-3 പ്രൊഡക്ട്സ് കണ്ടൻസ് ഒക്കെ നോക്കി മാറി മാറി യൂസ് ചെയ്ത് നോക്കി. അങ്ങനെ 2 വർഷമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഉണ്ടായി. അതിനു മുമ്പൊന്നും അത്ര കെയർ ചെയ്യലുണ്ടായിട്ടില്ല. ഫസ്റ്റ് തന്നെ നല്ല എഫക്റ്റ് ഉണ്ടാക്കിയത് അഹാഗ്ലോൻ്റെ ഫേസ് വാഷ് ജെല്ലാണ്. ഇത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇത് എത്ര അടിപൊളിയാണെന്നുള്ളത്. ഈ ഫേസ് ജെല്ലിലുള്ള ഈ മില്ലി ക്യാപ്സൂൾ എടുത്ത് മുഖത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണേ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. പിമ്പിൾസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നതാണ് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ. ഇതിലെ മെയിൻ കണ്ടൻ്റായ ഹൈലൂറോണിക് ആസിഡ് നമ്മളെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മളെ മുഖത്തിനുണ്ടാകുന്നൊരു ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞു കിട്ടും. അതിനുശേഷം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ. ആദ്യമൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. വീട്ടിലായിരുന്നാലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം നിർബന്ധമായിട്ടും. ബ്യൂട്ടി ഓഫ് ജോസൻ എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. 10 ഔട്ട് ഓഫ് 10 തന്നെ പറയാൻ പറ്റും, അത്ര അടിപൊളിയാണിത്. ഇത്രയാണ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഇനി വരുന്നത് രാത്രി. വാസ്ലിൻ്റെ തന്നെ ഗ്ലൂട്ടാഹയ ഓവർനൈറ്റ് റേഡിയൻസ് റീസ്റ്റോർ ആണ് യൂസ് ചെയ്യുന്നത്. അതിലടങ്ങിയിട്ടുള്ള കൊളാജൻ നമ്മുടെ മുഖത്ത് റിങ്കിൾസ് ഒക്കെ വരുന്നത് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ് ഈ ഒരു അണ്ടർ ഐ ജെൽ. എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർ നല്ല മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം അടുത്തായിട്ട് കിട്ടിയൊരു ഐ റോളറാണ് കേട്ടോ ഇത്. എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ സന്തോഷാചാരിയായിട്ട് വാസ്ലിൻ്റെ റോസ് ലിപ്സും ഉണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ ട്യൂബിൻ്റെ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. ഇനിയൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മളെ മുഖത്ത് എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 ഐസ് ക്യൂബ് എടുത്തിട്ട് റബ്ബ് ചെയ്തതിന് അത് പെട്ടെന്ന് മുഖത്ത് അബ്സോർബ് ചെയ്യും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് പറഞ്ഞുതരാം. നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു ചെറിയ ബൗളെടുത്ത് 2 ടേബിൾ സ്പൂൺ യോഗട്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പേസ്റ്റ് ഫോർമാറ്റിലേക്ക് ആയതിനു ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം ലൂക്ക് വാം വാട്ടർ, അതായത് ചൂടാക്കി തണിഞ്ഞ വെള്ളത്തിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഒരു ടവലെടുത്ത് മുഖം ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഏത് മോയ്സ്ചറൈസിങ് ലോഷനാണ് യൂസ് ചെയ്യുന്നത് അത് മുഖത്ത് അപ്ലൈ ചെയ്യുക. അറബിക് ഫേസ് പാക്ക് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ. എൻ്റെ സ്വന്തം ഫനു.